നല്ല സ്വാദുള്ളതും എന്നാൽ കുറച്ച് മധുരവും ഉപ്പും കുരുമുളകിൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെയും ഒക്കെ എരിവുള്ളതായിട്ടുള്ള ഒരു മാങ്ങാ പപ്പടം ഉണ്ടാക്കിയാലോ. നല്ല കഴമ്പുള്ളതും എന്നാൽ നാരില്ലാത്തതുമായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇതിന് നല്ലത്. ഞാനിവിടെ വീട്ടിലുണ്ടായ ബെങ്കനപ്പള്ളി വെറൈറ്റി മാങ്ങയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊലി നന്നായി ചെത്തിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുത്തത്. ഒരൊറ്റ വിസിൽ മതി, നല്ല രീതിയിൽ വെന്ത് കിട്ടും. എന്നിട്ട് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഇതിൽ നാരില്ലാത്ത മാങ്ങ ആയതുകൊണ്ടേ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി ഒക്കെ ചേർത്തിട്ട് ഇതിലെ ജലാംശം വറ്റിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിന് കളർ വേണമെങ്കിൽ ചേർക്കാം, മസ്റ്റൊന്നും അല്ല. നമുക്ക് ഫുഡ് കളറ് ഗ്രീൻ വേണമെങ്കിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ. എന്നിട്ട് പ്ലേറ്റിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ പുരട്ടി നമുക്ക് അതിനെ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് കിണ്ണത്തിൽ സൺഫ്ലവർ ഓയിൽ പുരട്ടിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഫസ്റ്റ് ഡേ ഉണങ്ങി കിട്ടുമ്പോൾ അതൊരു കത്തി കൊണ്ട് വരഞ്ഞു വെച്ചാൽ സെക്കൻഡ് ഡേ നമുക്ക് ഇതുപോലെ നല്ല റോളായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുമല്ലോ അല്ലേ?